വളരെ കാലം മുമ്പ് അയ്യൂബ് നബി അലൈഹിവസല്ലം എന്നൊരു പ്രവാചകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം യൂസുഫ് നബി അലൈഹിവസല്ലത്തിന്റെ ചെറുമകന്മാരിൽ ഒരാളായിരുന്നു. റഹ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ഇരുവരും വളരെ സന്തുഷ്ടമായ ജീവിതം നയിച്ചു. അല്ലാഹു പ്രവാചകന് നിരവധി പുത്രീപുത്രന്മാരെ നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹം ഒരു ധനികനായിരുന്നു. ധാരാളം ഭൂമിയും കന്നുകാലികളും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള ആരാധകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അദ്ദേഹം അല്ലാഹുവിനോട് നന്ദിയുള്ളവനായിരുന്നു. അദ്ദേഹം ദരിദ്രരെ സ്നേഹിച്ചു, അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി. അദ്ദേഹം എപ്പോഴും ഒരു അനാഥനെയോ ദരിദ്രനെയോ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ഒരു ദിവസം ദൂതന്മാർ അല്ലാഹുവിന്റെ വിശ്വസ്തരായ ദാസന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്ന് ഭൂമിയിലെ ഏറ്റവും മികച്ച സൃഷ്ടി അയ്യൂബാണ് എന്ന് ഒരു ദൂതൻ പറഞ്ഞു. അദ്ദേഹം മാന്യനായ ഒരു മനുഷ്യനാണ്, തന്റെ ഉദാരമതിയായ നാഥനെ എപ്പോഴും ഓർക്കുന്നു. പിന്നീട് മറ്റൊരു ദൂതൻ പറഞ്ഞു, അല്ലാഹുവിന്റെ അനുയായികൾക്ക് അദ്ദേഹം ഒരു ഉത്തമ മാതൃകയാണ്. പകരം അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ധാരാളം ദാസന്മാരെയും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം ദരിദ്രരെ സഹായിക്കുകയും അടിമകളെ വിലയ്ക്ക് വാങ്ങുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ വളരെ ഉദാരമതിയാണ്. മറ്റൊരു ദൂതൻ കൂട്ടിച്ചേർത്തു. ഷെയ്ത്താൻ അവരുടെ സംഭാഷണം കേൾക്കുകയും വളരെ ദേഷ്യം വരികയും ചെയ്തു. പിന്നീട് പ്രവാചകന്റെ അടുത്തേക്ക് പോയി തന്റെ ദൈവത്തിനെതിരെ പോകാൻ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ ഷെയ്ത്താൻ തീരുമാനിച്ചു. ആദ്യം ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും മന്ത്രിച്ചുകൊണ്ട് തന്റെ പ്രാർത്ഥനകളിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയ്യൂബ് ഒരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു. ദുഷ്ടചിന്തകൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചില്ല. തന്റെ തന്ത്രം പരാജയപ്പെട്ടപ്പോൾ ഷൈത്താൻ ശരിക്കും കോപിച്ചു. പിന്നെ ഷെയ്ത്താൻ അയ്യൂബിനെക്കുറിച്ച് അല്ലാഹുവിനോട് പരാതിപ്പെട്ടു. പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും അദ്ദേഹം ആത്മാർത്ഥതയുള്ള ആളല്ലെന്ന് പറഞ്ഞു. പ്രവാചകൻ സമ്പത്തിനുവേണ്ടി അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നീ അവന്റെ സമ്പത്ത് നീക്കം ചെയ്താൽ അവൻ ഇനി നിന്റെ പേര് പരാമർശിക്കുകയില്ല. അവൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് പോലും നിർത്തും. എന്നാൽ അല്ലാഹു ഷെയ്ത്താനോട് പറഞ്ഞു, അയ്യൂബ് തന്റെ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഭക്തരിൽ ഒരാളാണ്. പ്രവാചകൻ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കാരണമല്ല തന്നെ ആരാധിച്ചത്. പ്രവാചകന്റെ ആത്മാർത്ഥതയുടെ ആഴം ഷെയ്ത്വാന് കാണിച്ചു കൊടുക്കാൻ അല്ലാഹു ആഗ്രഹിച്ചു. അതിനാൽ അയ്യൂബിന്റെ സമ്പത്തുപയോഗിച്ച് ഷെയ്ത്വാന് താൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ അല്ലാഹു അനുവദിച്ചു. ഷെയ്ത്താൻ വളരെ സന്തുഷ്ടനായി. അവൻ തന്റെ സഹായികളെ വിളിച്ച് പ്രവാചകന്റെ ഉടമസ്ഥതയിലുള്ളതെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അവൻ പ്രവാചകന്റെ കൃഷിയിടങ്ങളും കന്നുകാലികളെയും കത്തിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ വീടും വെറുതെ വിട്ടില്ല. പിന്നെ അവൻ പ്രവാചകന്റെ എല്ലാ ദാസന്മാരെയും സ്വത്തുക്കളുമെല്ലാം നശിപ്പിച്ചു. സന്തോഷത്തോടെ കൈതിരുമ്മി വൃദ്ധന്റെ വേഷം ധരിച്ച് ഷൈത്താൻ പ്രവാചകനെ സമീപിച്ചു. നിങ്ങളുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു, അയാൾ പ്രവാചകനോട് പറഞ്ഞു. ചിലർ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനധർമ്മം നൽകിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ചിലർ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ സമയം പാഴാക്കുകയാണെന്ന്. അല്ലാഹുവിന് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ നിങ്ങളെ സംരക്ഷിക്കുമായിരുന്നു. എന്നാൽ പ്രവാചകന്റെ വിശ്വാസം അല്പം പോലും ഇളകിയില്ല. അല്ലാഹു എടുത്തത് അവന്റേതാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ അവന്റെ എല്ലാ സ്വത്തുക്കളുടെയും ഒരു പരിപാലകൻ മാത്രമായിരുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുകയും ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തടയുകയും ചെയ്യുന്നു. ഈ വാക്കുകളോടെ പ്രവാചകൻ വീണ്ടും തന്റെ നാഥനെ പ്രണമിച്ചു. ഇത് കണ്ടപ്പോൾ ഷൈത്താൻ നിരാശനായി. അങ്ങനെ ഷൈത്താൻ വീണ്ടും അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. ഞാൻ അയ്യൂബിന്റെ എല്ലാ സ്വത്തുക്കളും എടുത്തുകളഞ്ഞു, എന്നിട്ടും അവൻ നിന്നോട് നന്ദിയുള്ളവനായി തുടരുന്നു. ഷെയ്ത്വാൻ അല്ലാഹുവിനോട് പറഞ്ഞു, മാതാപിതാക്കളുടെ യഥാർത്ഥ പരീക്ഷണം അവന്റെ കുട്ടികളിലൂടെയാണ്. മക്കളെ നഷ്ടപ്പെടുമ്പോൾ അവൻ നിങ്ങളെ എങ്ങനെ നിരസിക്കുന്നുവെന്ന് നിങ്ങൾ കാണും. അല്ലാഹു ഷെയ്ത്വാന് അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ അധികാരം നൽകി. ഷെയ്ത്വാൻ എന്ത് ആസൂത്രണം ചെയ്താലും പ്രവാചകന്റെ വിശ്വാസവും ക്ഷമയും കുറയില്ലെന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകി. ഷെയ്ത്താൻ വീണ്ടും തന്റെ സഹായികളെ കൂട്ടി പ്രവാചകന്റെ മക്കളെ നശിപ്പിക്കാൻ പുറപ്പെട്ടു. പ്രവാചകന്റെ മക്കളടങ്ങിയ വീട് അവൻ നശിപ്പിച്ചു. അവരെയെല്ലാം കൊന്നൊടുക്കി. പിന്നെ സഹതാപം കാണിക്കാൻ വന്ന ഒരു മനുഷ്യന്റെ വേഷം ധരിച്ചു അവൻ പ്രവാചകന്റെ അടുക്കൽ പോയി. അവൻ ആശ്വാസകരമായ സ്വരത്തിൽ പ്രവാചകനോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ മരിച്ച സാഹചര്യം ശരിക്കും ദുഃഖകരമായിരുന്നു. തീർച്ചയായും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ നാഥൻ ശരിയായ പ്രതിഫലം നൽകുന്നില്ല. പ്രവാചകൻ ഇപ്പോൾ അല്ലാഹുവിനെ നിരസിക്കാൻ തയ്യാറാണെന്ന് പ്രതീക്ഷിച്ച് ഷെയ്ത്താൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു ചിലപ്പോൾ നൽകുന്നു, ചിലപ്പോൾ തിരിച്ചെടുക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവൻ ചിലപ്പോൾ സന്തോഷിക്കുകയും ചിലപ്പോൾ അസന്തുഷ്ടനുമായിരിക്കും.
എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കുകയും എന്റെ സൃഷ്ടാവിനോട് നന്ദിയുള്ളവനായിരിക്കുകയും ചെയ്യും. തുടർന്ന് പ്രവാചകൻ തന്റെ നാഥനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അത് കണ്ടപ്പോൾ ഷെയ്ത്താൻ വളരെ കോപിച്ചു. ഷെയ്ത്താൻ വീണ്ടും അല്ലാഹുവിനെ വിളിച്ചു. ഓ അല്ലാഹുവേ, അവൻ പറഞ്ഞു. അയ്യൂബിന് തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു അവന്റെ കുട്ടികൾ മരിച്ചു. അവൻ ആരോഗ്യവാനായിരിക്കുമ്പോൾ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് അവൻ നിന്നെ ആരാധിക്കുന്നത് തുടരും. അവന്റെ ശരീരത്തിന്മേൽ എനിക്ക് അധികാരം നൽകണമേ. അങ്ങനെയെങ്കിൽ ഞാനത് ദുർബലപ്പെടുത്തും. അപ്പോൾ അവൻ തീർച്ചയായും ആരാധനയെ അവഗണിക്കും. അവൻ അനുസരണക്കേട് കാണിക്കും. അല്ലാഹു ഷെയ്ത്വാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അല്ലാഹു ഷെയ്ത്വാന്റെ മൂന്നാമത്തെ അപേക്ഷ അനുവദിച്ചു. പക്ഷേ ഒരു നിബന്ധന മാത്രം. പ്രവാചകന്റെ ശരീരത്തിന്മേൽ ഷെയ്ത്താന് അധികാരമുണ്ടാകും. പക്ഷേ അവന്റെ ആത്മാവിന്റെയോ ബുദ്ധിയുടെയോ മേൽ അധികാരമുണ്ടാകില്ല. ഈ പ്രാവശ്യം പ്രവാചകൻ തീർച്ചയായും തന്റെ ദൈവത്തെ ഉപേക്ഷിക്കാൻ പോകുന്നുവെന്ന ചിന്തയാൽ ഷെയ്ത്താൻ വളരെ സന്തോഷിച്ചു. ഈ പുതിയ അധികാരത്താൽ സായുധനായ ഷെയ്ത്താൻ പ്രവാചകനെ പീഡിപ്പിക്കാൻ തുടങ്ങി. രോഗബാധിതനായ പ്രവാചകൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വെറും അസ്ഥിയും തൊലിയുമായി മാറി. എന്നാൽ എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും പ്രവാചകൻ തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. അദ്ദേഹം നിരാശനായില്ല. സഹായത്തിനായി മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രത്യാശിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ദയയും സ്നേഹവുമുള്ള ഭാര്യ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം നിന്നത്. അവൾ പ്രവാചകന്റെ മേൽ ദയ ചൊരിയുകയും ഈ ആവശ്യസമയത്ത് അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു. ഷെയ്ത്താൻ നിരാശനായി. അതിനാൽ ഇത്തവണ പ്രവാചകന്റെ ഭാര്യയെ സമീപിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു പുരുഷന്റെ രൂപത്തിൽ അവളുടെ അടുത്തേക്ക് പോയി, നിങ്ങളുടെ ഭർത്താവ് എവിടെ എന്ന് ചോദിച്ചു. കിടക്കയിൽ ഏതാണ്ട് നിർജീവമായ ഒരു രൂപം ചൂണ്ടിക്കാണിച്ച് അവൾ പറഞ്ഞു, അതാ അദ്ദേഹം ജീവിതത്തിനും മരണത്തിനുമിടയിൽ കിടക്കുന്നു. പ്രവാചകൻ നല്ല ആരോഗ്യവാനായിരുന്ന ദിവസങ്ങളെയും അദ്ദേഹത്തിന് എല്ലാ സമ്പത്തും കുട്ടികളും ഉണ്ടായിരുന്ന ദിവസങ്ങളെയും ഷെയ്ത്വാൻ അവളെ ഓർമ്മിപ്പിച്ചു. വർഷങ്ങളുടെ കഷ്ടപ്പാടിന്റെ വേദനയിൽ അവൾ പെട്ടെന്ന് തളർന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. നമ്മുടെ നാഥനിൽ നിന്നുള്ള ഈ പീഡനം നിങ്ങൾ എത്രനാൾ സഹിക്കും? അവൾ കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു. നമ്മൾ ഇനിയുള്ള കാലം സമ്പത്തോ കുട്ടികളോ സുഹൃത്തുക്കളോ ഇല്ലാതെ കഴിയേണ്ടി വരുമോ? ഈ കഷ്ടപ്പാട് നീക്കം ചെയ്യാൻ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തതെന്താണ്? പ്രവാചകൻ നെടുവീർപ്പിട്ട് മൃദുവായ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഷെയ്ത്താൻ നിന്നോട് മന്ത്രിച്ച് നിന്നെ അസ്വസ്ഥയാക്കിയിരിക്കണം. എത്ര കാലമായി ഞാൻ നല്ല ആരോഗ്യവും സമ്പത്തും ആസ്വദിച്ചുവെന്ന് പറയൂ? പ്രവാചകൻ ചോദിച്ചു. 70 വർഷമായി, അവൾ മറുപടി പറഞ്ഞു. എത്ര കാലമായി ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു? അദ്ദേഹം വീണ്ടും അവളോട് ചോദിച്ചു. 7 വർഷം, അവൾ മറുപടി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അവളോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ നാഥനോട് കഷ്ടപ്പാടുകൾ നീക്കാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. നല്ല ആരോഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും വർഷങ്ങളെക്കാൾ കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ വിശ്വാസം ദുർബലമായതായി തോന്നുന്നു. നീ നമ്മുടെ നാഥനിൽ അതൃപ്തയാണ്. എനിക്ക് എപ്പോഴെങ്കിലും ആരോഗ്യം തിരികെ ലഭിച്ചാൽ ഞാൻ നിന്നെ 100 അടികൊണ്ട് ശിക്ഷിക്കും എന്ന് പ്രവാചകൻ അവളോട് ആജ്ഞാപിച്ചു. പ്രവാചകന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു. ദുഃഖഭാരമേന്തിയ ഹൃദയത്തോടെ വീട് വിട്ടിറങ്ങി. ഈ നിസ്സഹായാവസ്ഥയിൽ പ്രവാചകൻ അല്ലാഹുവിനോട് പരാതിപ്പെടാനല്ല, മറിച്ച് അവന്റെ കാരുണ്യം തേടാൻ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, എനിക്ക് ദോഷം സംഭവിച്ചു. നീ പരമകാരുണികനാണ്. അല്ലാഹു പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. കരുണയോടെ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പ്രവാചകനോട് തന്റെ കാലുകൊണ്ട് ഭൂമിയിലടിക്കാൻ കൽപ്പിച്ചു. പ്രവാചകൻ ആജ്ഞ പാലിച്ചു. പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് ഒരു ഉറവ ഉയർന്നു. അല്ലാഹു കൽപ്പിച്ചതുപോലെ പ്രവാചകൻ ആ വെള്ളത്തിൽ കുളിച്ച് പെട്ടെന്ന് സുഖം പ്രാപിച്ചു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തയായ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് വേർപിരിയുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹത്തെ സേവിക്കാനുള്ള ആഗ്രഹത്തോടെ അവൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചുവന്നു. പ്രവാചകന്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ അവൾ അത്ഭുതപ്പെട്ടു. പ്രവാചകൻ വീണ്ടും ആരോഗ്യവാനായിരിക്കുന്നു. അവൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും അല്ലാഹുവിന് നന്ദി പറയുകയും ചെയ്തു. അയ്യൂബ് ഇപ്പോൾ താനെടുത്ത ശപഥത്തെക്കുറിച്ച് ഓർത്തു വിഷമിച്ചു. കോപത്തിൽ ആരോഗ്യം വീണ്ടെടുത്താൽ തന്റെ ഭാര്യയെ 100 അടികൊണ്ട് ശിക്ഷിക്കുമെന്ന് അല്ലാഹുവിനോട് അവൻ സത്യം ചെയ്തിരുന്നു. അവളെ വേദനിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. പക്ഷേ അല്ലാഹുവിനോട് ചെയ്ത വാഗ്ദാനം ലംഘിക്കാനും അവന് കഴിഞ്ഞില്ല. അല്ലാഹു തന്റെ ജ്ഞാനത്തിലും കാരുണ്യത്തിലും തന്റെ വിശ്വസ്തദാസന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ വന്നു. അല്ലാഹു പ്രവാചകനോട് ഒരു നേർത്ത പുല്ല് കെട്ടെടുത്ത് ഭാര്യയെ ആ കറ്റുകൊണ്ട് പതുക്കെ അടിക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ പ്രവാചകന് തന്റെ ശപഥം ലംഘിക്കേണ്ടി വന്നില്ല. പ്രവാചകൻ താമസിയാതെ തന്റെ സമ്പത്ത് തിരിച്ചുപിടിച്ചു. അദ്ദേഹത്തിന്റെ കുട്ടികൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അയ്യൂബ് നബി അലൈഹിവസല്ലം 93 വയസ്സുവരെ ജീവിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു.
ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അല്ലാഹു പല വിധത്തിൽ പരീക്ഷിക്കും. അതിനാൽ നാം നമ്മുടെ വിശ്വാസത്തിൽ ശക്തരായി തുടരുകയും അവനെ നിരന്തരം ആരാധിക്കുകയും വേണം. മാഷാ അല്ലാഹ്.